എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ. ഒരു കാരണവും കൂടാതെ ഇരുട്ടടി അടിച്ചത്. അവന്മാർ ഇനിയും അവന്മാരുടെ കരവിരുത് കാണിക്കുമെന്നറിയില്ല. ഏതായാലും ഒന്ന് സൂക്ഷിച്ച് നടന്നു. ഞാൻ പരോളിൽ ഇറങ്ങുന്നത് വരെ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല. എന്റെ കൂട്ടുണ്ടാവുമല്ലോ. കഴിവതും ഒറ്റയ്ക്കൊന്ന് ഇറങ്ങി നടക്കണ്ട. ഒരു കൂട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി. ആ കൂട്ടാരുടെ അന്ന് എനിക്കറിയാവടാ. നീ എന്താ കരുണ ആലോചിക്കുന്നത്? എടോ വിശ്വ, എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് എനിക്ക് ആലോചന ഒരുപാടാ. ഒരു പേപ്പറും പേനയും കിട്ടിയിരുന്നെങ്കിൽ ഒരു കഥ എഴുതാമായിരുന്നു. അതുപോലെ അങ്ങ് ആലോചനയാ വിശ്വ. നമ്മളൊക്കെ ഇനി പല കാര്യങ്ങളും ആലോചിക്കേണ്ട സമയമാ വിശ്വ. ഏതായാലും 7 കുത്തിക്കെട്ടുണ്ടായിരുന്നു. അയ്യോ, മരക്കഷ്ണം കൊണ്ട് അടിച്ചത്. ആണോ? നല്ല അടിയായിരുന്നു. ആഹാ, അടിച്ചവനെ താൻ കണ്ടില്ലല്ലോ അല്ലേ? പെട്ടെന്നുള്ള അടിയിൽ ബോധം പോയി. അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഭാഗ്യം. ഭാഗ്യോ? അല്ല, അടിച്ചവന്റെ ഭാഗ്യമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ടല്ലേ കാണാഞ്ഞത്. അല്ലെങ്കിൽ അവനെ കണ്ടെത്തി താൻ പ്രതികാരം ചെയ്യത്തില്ലായിരുന്നോ? അപ്പൊ പ്രതികാരം ചെയ്യേണ്ടതാണോ താൻ പറയുന്നത്? അല്ല, എന്താ കരണ? എനിക്കറിയാൻ കരണ, നിനക്കും ഇത് സന്തോഷമാണെന്ന്. ആർക്കും ഒരു ആത്മാർത്ഥതയില്ല. ഒരു കണക്കിന് ജയിലിൽ കിടക്കുന്നതാ സുരക്ഷിതം. പുറത്തുള്ളവന്മാരെ പേടിക്കാതെ കഴിയാമല്ലോ. പോട്ടെ. ശരി ശരി. പിന്നെ ജയിലിൽ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിലേ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോ. ശരിയടാ കരണ. കുത്തിക്കെട്ടുകൾ ഇനിയും കൂടുവടാ. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ ഇവിടുന്ന്. അമ്മ പോയാ ഇനി എന്ന് വരും? ഇവളെ ജോലി ചെയ്യാൻ പഠിക്കട്ടെ, എന്നിട്ട് വരാം. എല്ലാ ജോലിയും ചെയ്യണമെന്നില്ല, പക്ഷെ എന്നെ സഹായിക്കണം. ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ, വയറ് കേടാക്കാനും. പോകുന്നവരൊക്കെ പൊയ്ക്കോ, ഞങ്ങൾ ആരും പിടിച്ചു നിർത്തുന്നില്ല. എല്ലാവർക്കും അവരവരുടെ സുഖം തന്നെയാണല്ലോ വലുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ നിന്റെ സുഖത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാ ഇത്രയും നാളും അടുക്കളപ്പണി പഠിക്കാതിരുന്നത്. നീ അടുക്കള കയറിയതിന്റെ ഫലം ഇവൻ അനുഭവിച്ചല്ലോ. ആ കറിയെടുത്ത് നാക്കി വെച്ചപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. പക്ഷെ ഭാര്യ പടക്കാതിരിക്കാൻ ഇവൻ എല്ലാം എടുത്തങ്ങ് കഴിച്ചു. എന്നിട്ട് ഇന്നലെ രാത്രിയില് ഇവൻ ഉറങ്ങിയെന്ന് ചോദിക്ക്. കുടല് കത്തിപ്പോയിട്ടുണ്ട്. ഇത്തിരി എരിവ് കൂടിയില്ലായിരുന്നെങ്കിൽ നല്ല കറികളായനെ. മീൻകറിയിൽ ആരെങ്കിലും ഇറച്ചി മസാല ഇടുവോ? ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെയ്താണെന്നാ ഇവള് പറഞ്ഞത്. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കൊറേ നേരമായിട്ട് റെഡി ആയിട്ടിരിക്കായിരുന്നു. നല്ല ബ്ലോക്ക് ആയിരുന്നു റോട്ടില്. എങ്ങനെയുണ്ടാ പുതിയ വീട്ടിലെ താമസം? ഇവിടത്തെക്കാളും മോശമല്ല. അവിടെ ആരും ഇല്ലല്ലോ ശല്യത്തിന്. അത് പറയണോ? കാർത്തൂന് ജോലി കുറവാ. ഭക്ഷണം പോലും ഇപ്പൊ കടയിൽ നിന്നാ കൊണ്ടുവരുന്നത്. ഭാര്യയെ തട്ടുകടയിലും വിടും, അപ്പൊ അവക്കൊരു വരുമാനവും കിട്ടുമല്ലോ. കാർത്തു ഇടയ്ക്ക് തട്ടുകടയിലൊക്കെ പോകുന്നുണ്ട്, വരുമാനത്തിനല്ല, പവിത്ര അടുത്ത് സഹായിക്കാൻ. അതൊരു അപമാനമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അതേപോലെ അയാളും. ഇവിടെ ചിലർക്കാണ് വെറുതെ മേനി കളിച്ച് നടക്കേണ്ടത്. എന്ന സ്വഭാവത്തിന് അതിന് തക്കെ ഒന്നും ഇല്ലതാനും. അമ്മ സംസാരിച്ച് മുഷിയാൻ താല്പര്യമില്ല, നമുക്കിറങ്ങാം. പോയിട്ട് വരാനെന്തോ. ഒരു ജോലിക്കാരി അടുക്കളയിൽ വെക്കേ, അല്ലെങ്കിലേ നിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന് കാണേണ്ടി വരും.
ആരെങ്കിലും നല്ല വാക്കൊന്നും പറഞ്ഞിട്ട് പോകത്തില്ല. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. വീട് വിട്ടു വരുന്നതിൽ വിഷമമുണ്ട് മോനെ. പക്ഷെ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. കാർത്തോടെ കാത്തിരിക്കെ. അമ്മ കയറിക്കെ. അനിയനൊപ്പം അമ്മ പോയപ്പോ വിഷമമുണ്ടോ? പിന്നെ വിഷമം കാണാതിരിക്കൂ. അമ്മ അത്ര മോശം അമ്മയൊന്നും അല്ലല്ലോ. മോശം ഒരാള് മാത്രമേ ഉള്ളൂ, ഈ നിൽക്കുന്ന ഭാര്യ. കറക്റ്റ്. അമ്മ വന്നോ? അമ്മ കേറി വാ. ഇനി ഞാൻ അവിടെ നിന്നാലേ അവള് ജീവിതം പഠിക്കില്ല. വാശിയോടെ അടുക്കള കയറിയ മരുമോളെ ഏട്ടന്റെ വയറ് കേടാക്കിയെന്നാ പറഞ്ഞത്. ഞാൻ ആ കറി എടുത്തു വെച്ചപ്പോഴേ എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവന് പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്താ പിന്നെ അതിന്റെ പേരിലായിരിക്കും വഴക്ക്. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തൂടായിരുന്നോ? ചെയ്യാനുള്ള മനസ്സ് വേണ്ടേ മോളെ? ഇത് വെറുതെ വീട്ടിനകത്തിരിക്കുക, പിന്നെ എങ്ങനെ പഠിക്കാനാ? ദേവിയും അത്യാവശ്യം പാചകം ചെയ്യും. പക്ഷെ മഞ്ജുവും മാളുവും അടുക്കളയുടെ പരിസരത്ത് കൂടി പോവില്ല. കഴിക്കാൻ നേരെ ആവുമ്പോ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ കാണും. ഇനി ജോലിക്കാരിയെ വെക്കുവോ സ്വയം പഠിച്ച് ചെയ്യുകയോ എന്താന്ന് വെച്ച ചെയ്തോട്ടെ. അമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ള തന്റെ വിഷമം മാറി കിട്ടിയല്ലോ. അമ്മ ഇവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാലും അവിടെയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ അതേപ്പറ്റി പറയാതിരുന്നേ. അങ്ങനെ എന്തിനാ മോളെ ചിന്തിക്കുന്നത്? അവിടെയുള്ളവർക്ക് എന്തായിരുന്നു കുറവ്? സമയാസമയത്ത് നല്ല ഭക്ഷണം മുന്നിലെത്തുമായിരുന്നു. വീടും പരിസരവും വൃത്തിയായിട്ട് മോള് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിലൊന്നിലൊരു മഹിമ തോന്നിയില്ല നമ്മളെല്ലാം അവിടെ ഉള്ളപ്പോ. ഇനി ഒന്നെന്ന് തുടങ്ങട്ടെ. ദേവിയും ഇനിയിപ്പൊ അവിടെ പോയി മഞ്ജുവിനെ സഹായിക്കില്ല. അമ്മ വാ. ഇവിടെ മുറികളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നോണ്ട് ആരെങ്കിലൊക്കെ വേണമെന്നുണ്ടായിരുന്നു. ഇനി എന്റെ മൂത്ത മരുമകൾ നന്നാവുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും. കുറെ ദിവസമായിട്ട് ദേവിയും എന്നോട് പറഞ്ഞോണ്ടിരിക്കുക ഇങ്ങോട്ട് വരാൻ. ഞാൻ അതനുസരിക്കാത്ത ദേഷ്യം അവൾക്കുണ്ടായിരുന്നു. ഏതായാലും ഇപ്പൊ അത് മാറിക്കാണും. മോളിരിക്കേ. അതൊക്കെ പോട്ടെ. എന്താ മോളും ദേവിയായിട്ടുള്ള ഈ അടുപ്പത്തിന്റെ കാരണം? അത് ദൈവികമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് വരെ ദേവ ആരെയും ഇതുപോലെ സ്നേഹിച്ചു കണ്ടിട്ടില്ല. ആ ഈ ചോദ്യം തന്നെ എല്ലാരും ചോദിച്ചോണ്ടിരിക്കുക. അപ്പച്ചി ദിവസം ഒരു 4-5 തവണയെങ്കിലും കാർത്തൂന് വിളിക്കും. ഞാനും അങ്ങനെ തന്നെയാ. സമയം കിട്ടുമ്പോഴൊക്കെ അപ്പച്ചിയെ വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുക. എല്ലാം മോളുടെ നല്ല മനസ്സുകൊണ്ട് സംഭവിക്കുന്നതാ. ദേവിയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാവുന്ന. മോളെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ കേറി കേട്ടോ. മോളുടെ കണ്ണേട്ടന്റെ തട്ടുകടയില് ചായയും പലഹാരവും ഒക്കെ കഴിച്ചു. കല്യാണത്തിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാ നാട് ശരിക്കും കാണുന്നത്. നല്ല നാട്ടുംപുറ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മ ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. ചായ എടുക്കാൻ ഞാനും വരാം. ആഹാ, നീ ഫുഡ് ഉണ്ടാക്കാണോ? അതെ. അത് വേണോ?
ഞാൻ പോയി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി അങ്ങ് കഴിച്ചാലോ? ഓരോ തോൽവിയിൽ നിന്നുവാ ഓരോരുത്തരും ഓരോന്ന് പഠിക്കുന്നത്. അമ്മായിയും വലിഞ്ഞു കയറി വന്ന ഒരുത്തിയും പോയെന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ കാര്യമോ കഷ്ടം. ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ കഴിക്കുന്നത് ആനന്ദവേട്ടന് കഴിച്ചൂടെ? അയ്യോ, കഴിഞ്ഞ ദിവസം കഴിച്ചതിന്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല. വയറരിച്ചിൽ തുടങ്ങിയപ്പോഴേ തണുത്ത വെള്ളവും മോരൊക്കെ കഴിച്ചു നോക്കി. പക്ഷെ ഇപ്പോഴും വയറ് നേരെയായിട്ടില്ല. ഇന്നത്തെ ദിവസം കുറച്ചുകൂടി ശരിയാവും. കുറച്ചുകൂടെ എന്ന് പറയുമ്പോ ശരിയാവാത്തതായി ചിലതുണ്ടെന്ന് അർത്ഥം. നീ ഭക്ഷണം ഉണ്ടാക്കി പരീക്ഷിക്കാണോ മഞ്ജു? ഞാൻ 2-3 ദിവസം കുക്കിംഗ് ക്ലാസ്സിന് പോയാലെന്ന് ആലോചിക്കുക. എവിടെ പോയാലും ഇതൊക്കെ ഒരു കൈപുണ്യ. ഉള്ളത് പറയാലോ, കാർക്കും ഞങ്ങളുടെ അമ്മയെക്കാളും നന്നായി ഭക്ഷണം ഉണ്ടാക്കും, വൃത്തിയോടെയും വെടിപ്പോടെയും. അവളെ എല്ലാവരും പൊക്കി പറയും. ആനന്ദവേട്ടനെങ്കിലും ഒന്ന് നിർത്തണം. ഉള്ളത് പറഞ്ഞല്ലേ പറ്റൂ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? നീ ഏതായാലും പാചകം ചെയ്ത് തുടങ്ങിയല്ലോ, അതിനി നിർത്തണ്ട. പക്ഷെ ഒരു കാര്യം, ആദ്യം ടേസ്റ്റ് ചെയ്യുമ്പോ പ്രശ്നമാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ കഴിപ്പ് നിർത്തും. എല്ലാവരെയും പറഞ്ഞു വിടാൻ എളുപ്പ മഞ്ജു, പക്ഷേ അതിനുശേഷം വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അതെ, നിനക്ക് കുനിഞ്ഞൊന്ന് മുറ്റടിക്കാൻ പറ്റൂ? വീടിനകം തൂത്തുടച്ച് വൃത്തിയാക്കാൻ പറ്റൂ? ശരിക്കും പറഞ്ഞ കാർത്തു ഈ വീടിന്റെ ഇളയ മരുമോളാണെങ്കിലും അവളൊരു ജോലിക്കാരിയെ പോലെയായിരുന്നു. കുട്ടിക്കാലം മുതലേ ജോലി ചെയ്ത് ശീലിച്ചുകൊണ്ട് ഒന്നിനും ഒരു മടിയില്ലായിരുന്നു. അതുപോലെ ഒരുത്തിയെ ഇതുപോലൊരു വലിയ വീട്ടിൽ വേണമെങ്കിൽ കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും കൊടുക്കണം. അങ്ങനെയുള്ളപ്പോ നീ നിന്റെ സ്വഭാവം ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു. ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് ഞാൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന് അപ്പച്ചി പോലും പറഞ്ഞു. അയ്യോ, ജയിലിൽ കിടക്കാതിരുന്നത് ആരുടെയോ ഭാഗ്യം. ജയിലിൽ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു, അവൾ ചത്താ മതിയായിരുന്നു. ജയിലിൽ പോയി കിടക്കുമ്പോ തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു. സമ്പത്തിനോട് വലിയ താല്പര്യമുള്ള ആളാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സ്വത്തിനോടൊക്കെ വലിയ താല്പര്യമുണ്ട് എന്ന് കരുതി ഇന്ന് ലോകത്ത് ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ ഒന്നും ഞാൻ പോവില്ല. ശരി ശരി, അവിടെ പോയി എങ്ങനെ ഇരിക്കും. സംസാരിച്ചോണ്ട് നിന്നാലേ എന്റെ കോൺസെൻട്രേഷൻ പോവും. അനന്തേട്ടാ, കുറച്ചു കഴിഞ്ഞ് വന്ന് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ. അത് നീ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് കൊള്ളാമെന്ന് തോന്നിയാൽ മാത്രം വിളമ്പിയാൽ മതി. ഓക്കെ? ഇനിയിപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടെന്താ പ്രയോജനം? ഒറ്റ രോഗികളും നിന്റെ ചികിത്സ കിട്ടാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ നിന്റെ ക്ലിനിക്കിന്റെ പേരിലുള്ള ബോർഡുണ്ടല്ലോ, അതെടുത്ത് പുഴയിലെറിഞ്ഞു. കൈ ഉടനെ ശരിയാവും. പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണം. കുറെ നാളായിട്ട് പറയുന്നു ഹോസ്പിറ്റലിൽ കയറണമെന്ന്. ചുമ്മാതെ ഇവിടെ ഇരുന്ന ആരെങ്കിലും വിളിച്ചു കേറ്റൂ? ജോലി തരുവോ? അതൊക്കെ അന്വേഷിക്കണം. അതാ പറഞ്ഞത്, കൈ ഒന്ന് ശരിയാവട്ടെ എന്ന്. ആദ്യം ശരിയാവേണ്ടതേ നമ്മുടെ തലയാ. അതിനകത്ത് വെളിച്ചമുണ്ടെങ്കിൽ പഠിച്ചതൊന്നും മറക്കില്ല. ഒരു താഴ്ച ഉണ്ടാവുമ്പോ ഇങ്ങനെ കുത്തരുത് മാമി. ഞാൻ കുത്തുന്നൊന്നും അല്ല, എനിക്ക് തലപ്രാന്തെടുത്ത് നടക്കുക. ഒരുത്തൻ പരോളിൽ ഇറങ്ങിയിട്ട് ചെയ്ത പണി കണ്ടോ? അയാൾക്കിപ്പൊ സ്വത്തിനെ കുറിച്ചും പണത്തെക്കുറിച്ചും ഒരു ചിന്തയില്ല. ഭാര്യയുടെ കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നടക്കുക. എത്രയൊക്കെ വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാലും ആ വിശ്വേട്ടനാ ഇടയ്ക്കൊന്ന് സഹായിച്ചത് അയാളെയും തലക്കടിച്ചു വീഴ്ത്തി. സത്യം പറഞ്ഞ ഭർത്താവിനെയും മോളെയും മരുമോനെയും കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. വിജിതയ്ക്കുണ്ട് ഇപ്പഴെന്നോടൊരു പുച്ഛം. എങ്ങനെ പുച്ഛം വരാതിരിക്കും ഉണ്ണി? അവളെ ലോക്കറിലിരുന്ന സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെച്ചിട്ടാ
ഇപ്പൊ വീട്ടുചെലവ് നടത്തുന്നത്, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പ്രസവത്തോടടുക്കുന്ന പെങ്കൊച്ചുങ്ങളെ ഭർത്താക്കന്മാരെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണമെന്ന് ആഗ്രഹിക്കും. അവരുടെ ഇഷ്ടങ്ങൾ ഈ സമയത്ത് ഒരുപാടാ. അതെന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നാമത് അവക്ക് നിന്നോട് അമിതമായ സ്നേഹമായിരുന്നതുകൊണ്ടേ ജനിക്കുന്ന കുഞ്ഞിന് നിന്റെ അതേ മുഖമായിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ വിറ്റാമിനുള്ള സാധനങ്ങൾ കൊടുത്താലേ ചോരമയം കാണൂ. എല്ലാം ശരിയാവും മാമി. ശരിയാവണം മരുമോനെ, അല്ലെങ്കിലേ നാട്ടുകാര് നമ്മളെ എടുത്തിട്ട് ശരിയാക്കും. മാമി മാമി പുറത്തോട്ട് പോവാണോ? അതെ, അവളുടെ പേരിൽ ഒരു 3.5 ഏക്കർ പറമ്പുണ്ടല്ലോ, അവിടുത്തെ തേങ്ങയൊക്കെ ഇപ്പൊ വിളഞ്ഞു കാണും. 5-6 മാസമായിട്ട് തേങ്ങയിടാൻ പോകുന്നില്ല. ഉണങ്ങി വീണതൊക്കെ നാട്ടുകാർ കൊണ്ടുപോയി കാണും. അത്രയ്ക്ക് നല്ല നാട്ടുകാരാണല്ലോ ചുറ്റുപാടും ഉള്ളത്. ഇന്നൊന്നു പോയി തെങ്ങ് കയറാൻ ആരെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം. അതിനും ഇപ്പം മലയാളികളില്ല, ബംഗാളികളെ ഉള്ളൂ. തേങ്ങ വിറ്റ് 10-10,000 കിട്ടിയാലേ തൽക്കാലം അതൊരാശ്വാസമാവുമല്ലോ. പിന്നെ പുറത്ത് ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് കൊടയും പിടിച്ചു പോകാം. കാശ് ചോദിച്ചാരെങ്കിലും വന്നാൽ മറച്ചു പിടിക്കാമല്ലോ. നിന്റെ കൈ തല്ലി ഒടിച്ചതുപോലെ എന്റെ കൈയും കാലും ആരെങ്കിലും എപ്പോഴെങ്കിലും തല്ലി ഒടിക്കുമോന്ന് പേടിച്ചു നടക്കുക ഞാൻ. ഒരാള് ജയിലിൽ പോയി രക്ഷപ്പെട്ടു. ഇപ്പൊ അയാളുണ്ടാക്കിയ സകല ബാധ്യതകളും തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാ. നീ കൈയൊടിഞ്ഞിരിപ്പായി പോയല്ലോ. കൈ നേരെയായിരുന്നെങ്കിൽ ഇപ്പൊ അവനങ്ങ് മല മറിച്ചു. മാമി പറയുന്നത് ഞാൻ കേട്ടു. കേൾക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. കേട്ടാലും വിശേഷമൊന്നും ഇല്ലല്ലോ. മാമിയെ കൊണ്ട് ഇതൊക്കെ ഞാൻ തിരിച്ചു പറയിക്കും. അയ്യോ, അങ്ങനൊന്നും പറയിക്കല്ലേ, മാമിക്ക് കരച്ചില് വരും. നീ വെറുതെ ഡോക്ടർ പഠിത്തത്തിനൊന്നും പോകാതെ നിന്റെ ഏട്ടനൊപ്പം മമ്മട്ടിയും തൂമ്പായും എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങിയാ മതിയായിരുന്നു. എങ്കിലിപ്പോ 10 കപ്പയെങ്കിലും വിറ്റ് കാശുണ്ടാക്കായിരുന്നു. അല്ലെങ്കിൽ അവന്റെ കടയുടെ എതിർവശം ഒരു തട്ടുകട ഇടായിരുന്നു. കണ്ണേട്ടന്റെ തട്ടുകടയെന്ന് അവൻ ഇട്ടപ്പോ ഉണ്ണിമോന്റെ തട്ടുകട എന്ന് നമുക്കും ഇടായിരുന്നു. ഇതിപ്പോ ഡോക്ടറായി പോയില്ലേ, അതുകൊണ്ട് ഇനി മണ്ണിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, കടയിടാനും പറ്റില്ല. ആ പൊറോട്ടയൊക്കെ ഏതെങ്കിലും കടയിൽ പോയിരുന്ന് അടിച്ചാലുണ്ടല്ലോ മുടിഞ്ഞ കാശാ. പറഞ്ഞിട്ടെന്താകാനാ, പൊറോട്ട അടിക്കുന്നതിന് പകരം നാട്ടുകാരുടെ അടി കൊള്ളാനാ വിധി. ഇവൻ കുറെ നേരമായല്ലോ ഇങ്ങനെ കിളയ്ക്കാൻ തുടങ്ങിയിട്ട്. തടസ്സപ്പെടുത്തണ്ട, അവന്റെ വിഷമവും നിരാശയൊക്കെ അങ്ങനെ തീരട്ടെ. കരയാൻ അവന് പറ്റുന്നുണ്ട്. പിന്നെ മനസ്സിന് സങ്കടം വരുമ്പോ മണ്ണിനെ അല്ലേ വേദനിപ്പിക്കാൻ പറ്റൂ, ഇതുപോലെ കൊത്തിക്കളച്ച്. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അരിശം തീരാതെ. പലപ്പോഴും കൂടുതലും ജയിലിൽ വെച്ചായിരുന്നു. വിളഞ്ഞ തേങ്ങ ഒന്നുമില്ല. കുറെ നാളായി തേങ്ങ വെട്ടിയിട്ട്. എന്നിട്ട് ഉണങ്ങിയ തേങ്ങ ഒരെണ്ണം പോലും പറമ്പിലില്ല. ഇവന്മാരെന്താ ഇവിടെ? ഇനി പറമ്പ് കൈയേറിയോ? നീയൊക്കെ എന്താ ഇവിടെ? എന്താ ഞാൻ ചോദിച്ച കേട്ടില്ലേ? ദീപ, എന്താ ഇതൊക്കെ? എന്താ വേണ്ടേ? നീ എന്താ ഇവന്മാരെയൊക്കെ വിളിച്ചോണ്ട് എന്റെ പറമ്പിൽ കയറിയേ? കുറെ നാളായി ഇങ്ങോട്ട് നോക്കാൻ ആരും ഇല്ലെന്ന് കരുതി പറമ്പങ്ങ് കൈയേറിയതാണോ? എന്റെ പറമ്പിൽ കയറാനും കിളയ്ക്കാനും എനിക്ക് ആരുടെ അനുവാദം വേണ്ട.
നിന്റെ പറമ്പോ? അതെ, ഇപ്പോഴിത് ഇവന്റെ പറമ്പാ. വേണമെങ്കിലേ പ്രമാണം ഞാൻ കാണിക്കാം. എന്റെ മോളുടെ പേരുള്ള പറമ്പ് എങ്ങനെയാടാ നിന്റെ പേരിലാകുന്നത്? അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോളോട് പോയി ചോദിക്കണം. എനിക്ക് അവളെ 3.5 ഏക്കർ പറമ്പ് എഴുതി തന്നു കഴിഞ്ഞു. പകരത്തിന് പകരം അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തതിന് അവൾ എനിക്ക് തന്നു ഈ മണ്ണ്.